പക്ഷേ അവനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതിലും ഭേദം ജയിൽ ചാടിയ ഒരുവിന് പകരമായി നിങ്ങളിൽ നിന്ന് 10 പേരെ പട്ടിണി കെട്ട് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. അത്രയെങ്കിലും റേഷൻ ഞങ്ങൾക്ക് ലാഭിക്കാമല്ലോ. ഇത് എവിടുത്തെ ന്യായമാണ്? ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുത്തിന് വേണ്ടി ഞങ്ങൾ ഇത്രയും പേര് എന്തിനു മരിക്കണം? ന്യായത്തെക്കാൾ എനിക്കിഷ്ടം പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. ഇതായിരിക്കട്ടെ നിങ്ങളുടെ ആദ്യത്തെ പാഠം. രക്ഷപ്പെടുന്ന ഒരു ജീവന് പകരം 10. ആ 10-ൽ ഒന്നാമൻ നീ തന്നെ ആകട്ടെ. രണ്ട്, 3, 4, 5, 6, എന്നെ വെറുതെ വിടണം. എന്റെ ഭാര്യ, എന്റെ മക്കൾ, അവർക്ക് വേറെ ആരുമില്ല. ഞാനില്ലാതെ അവർക്ക് പറ്റില്ല. ഞാൻ മണ്ടത്തരം കാട്ടിയിട്ടാണോ ഹീറോവുന്നേ? അവനെ വിട്. നിനക്കെന്താ ഭ്രാന്താണോ? ഭ്രാന്തോ? എനിക്കോ? ഇവനല്ലേ ഭ്രാന്ത്? അല്ല, അവൻ ചോദിച്ചാലും കാര്യമില്ലേ? നീ എന്തിനാണ് നിനക്ക് ഇന്നേ വരെ അറിയാത്ത ഒരുവന് വേണ്ടി ബലിയാടാകുന്നത്? ഇന്നേ വരെ അറിയാത്തൊരു നീ തന്നെ ഇവിടെ വാ. അദ്ദേഹത്തെ അവർ ദ്രോഹിക്കുന്നത്. നീ കരയാതെ. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ആ രക്തത്തിന് അവർ കണക്ക് കൊടുക്കട്ടെ. കുറച്ച് സമയത്തേക്ക് ഞാൻ ആ കുരിശ് ചുമക്കാൻ സഹായിച്ചത്. ഈ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം അദ്ദേഹത്തിന്റെയാണ്. നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി. നിങ്ങളുടെ മേലങ്കി ഇങ്ങ് തരൂ. അതിൽ നിഷ്കളങ്കനായ ഒരു കുഞ്ഞാടിന്റെ രക്തം പറ്റിയിട്ടുണ്ട്. അത് വിശുദ്ധമാണ്. നമുക്കത് സൂക്ഷിക്കാം.
ഒരു enthusiasm.